വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 1,00,000-ഓളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷ. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നു. ആന്റണി, 10 മണിക്ക് അങ്ങനെ പുതിയൊരു സർക്കാർ അധികാരമേൽക്കുകയാണ്. 10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷം യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തുകയാണ്. ടീം വി.ഡി.എസ് ഇന്ന് അധികാരമേൽക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും 10 വർഷത്തെ കാത്തിരിപ്പ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ 10 വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് അതിന് പരിസമാപ്തിയാവുകയാണ്. യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അധികാരമേൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിക്ക് വലിയ ആഘോഷമായി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തും. ഏതായാലും അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വേദി, അതുപോലെ തന്നെ 3 പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം പേർക്ക് ഈ പരിപാടിയിൽ 25,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് പുറമെയും ആളുകൾക്ക് നിന്ന് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇത് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,00,000-ഓളം പേരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഏതായാലും സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തേക്ക് ഒരു 1,00,000 പേരെങ്കിലും എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ തിരുവനന്തപുരം നഗരത്തിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും. അതിന് പിന്നാലെ ഓരോ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കെ മുരളീധരൻ, സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, വി.ഇ. അബ്ദുൾ ഗഫൂർ, സി.പി. ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നീ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ കോൺഗ്രസിന് 12 മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാണ് കോൺഗ്രസിനുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനവുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിസ്ഥാനമാണ് ഉള്ളത്. പിന്നീട് ചീഫ് വിപ്പ് പദവി കൂടി അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. മോൻസ് ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മന്ത്രി ആകുന്നത്. അതുപോലെ തന്നെ RSPക്ക് 1 മന്ത്രി ഷിബു ബേബി ജോൺ. അതുപോലെ തന്നെ ജേക്കബ് വിഭാഗത്തിന് അവിടെ അനൂപ് ജേക്കബും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 21 പേരിൽ 14 പേരും പുതുമുഖങ്ങളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ ഈ സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഈ കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു പുതുമുഖമാണ്. നിലവിൽ MLA എന്ന നിലയിൽ നിന്നാണ് നേരിട്ട് അദ്ദേഹം ഇതുവരെ മന്ത്രിയോ അല്ലെങ്കിൽ അത്തരം പദവികൾ വി.ഡി. സതീശൻ വഹിച്ചിട്ടില്ല. MLA-യിൽ നിന്നാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രി എന്ന നിലയിൽ ഒരു പുതുമുഖമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, കെ.എ. തുളസി, അതുപോലെ തന്നെ എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, വി.ഇ. അബ്ദുൾ ഗഫൂർ, സി.പി. ജോൺ, അതുപോലെ തന്നെ ഇത്രയും ആളുകൾ പുതിയ ആളുകളാണ്. പുതിയതായി ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളുകളാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ മൊത്തത്തിൽ പുതിയ ഒരു ചേഞ്ചുമായാണ് വി.ഡി.എസ് സർക്കാർ വരുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ LED സ്ക്രീനുകളടക്കം ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുള്ള സൗകര്യമടക്കം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്.